ഇന്ന് നമ്മൾ ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടും എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡ്രിങ്കാണ് ചെയ്യുന്നത്, ഒരു അനാർ ഡ്രിങ്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള പൊമഗ്രാനേറ്റ്, നമ്മുടെ മാതളനാരങ്ങ പൊളിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് സീഡ് എടുക്കുന്ന സമയത്ത് ഒരു 3/4 കപ്പ് അളവുണ്ടാവും. അപ്പോൾ നമ്മളിത് ജ്യൂസ് ആക്കിയിട്ടാണ് ഈ ഒരു ഡ്രിങ്കിലേക്ക് എടുക്കുന്നത്. നമ്മൾ ആദ്യമേ പൊമഗ്രാനേറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എളുപ്പത്തിൽ എങ്ങനെ പൊളിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് കാണാത്ത ആളുകളൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതിലേക്ക് കൂടുതലൊന്നും വെള്ളം ചേർക്കണ്ട, ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല, ഓൾറെഡി നമ്മുടെ അനാറിന് മധുരം ഉണ്ടാവും. പിന്നെ അതുമല്ല, നമ്മൾ ഈ ഒരു ജ്യൂസ് സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അതിൽ ഷുഗർ സിറപ്പ് അതുപോലെ തന്നെ ഹണി ഒക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഷുഗർ എന്തായാലും ചേർക്കേണ്ട. അപ്പോൾ ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുന്ന സമയത്ത് സാധാരണ ജ്യൂസ് പോലെ ഒന്നിച്ച് അടിച്ചെടുക്കേണ്ട, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതിൻ്റെ കുരു അരിഞ്ഞു പോകുമ്പോൾ ഒന്നങ്ങ് കറക്കി എടുത്താൽ മതി. ഇപ്പം നമ്മുടെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ജ്യൂസ് എടുക്കുന്ന സമയത്ത് ഇത്രയായിട്ട് ഉണ്ടാവുള്ളൂ, കുറേയൊന്നും ഉണ്ടാവില്ല. ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അരിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ല, കുരു നമ്മൾ അതിൻ്റെ സീഡ് ഇതുപോലെ ഉണ്ടാവണം, അതായത് ഒരുപാട് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയാലും നമ്മുടെ അനാർ ജ്യൂസിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിപ്പോവും. അതുപോലെ തന്നെ ഇനി റെഡിയാക്കി വെക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ മതി. അപ്പോൾ ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക. തിളച്ച് മെൽട്ടായി വന്നതിന് ശേഷം 1 മിനിറ്റും കൂടി തിളപ്പിച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തിട്ടുള്ള ഐസ് ക്യൂബ്സ് ആകുമ്പോൾ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസിൻ്റെ ഒരു അരഭാഗത്തോളം ഈ ഐസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗ്ലാസിൻ്റെ അരഭാഗത്തോളം ഐസ് ഇട്ട് നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു പീസ് ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചത് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിങ്ങനെ ഒരു ഭംഗിക്ക്, നല്ല കറക്റ്റ് ആ ഒരു വ്യൂ കറക്റ്റ് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു പുതിനയുടെ ഇല അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലേക്കായിട്ട് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഐസ് കൂടെ ഇട്ട് കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് ഐസ് കൂടെ ആ ഒരു പുതിനയുടെ ഇല ലെമൺ ഒന്നും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ്, നമ്മൾ ഒഴിക്കുന്ന ഹണി ഒക്കെ ഇതിൻ്റെ മേലൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഷുഗർ സിറപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഇത്തിരി ഐസ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് എടുക്കുന്ന സമയത്ത് കുറച്ച് തന്നെ മതി കേട്ടോ, കാരണം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഹണി കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ടീസ്പൂണോ 1.5 ടീസ്പൂൺ മതിയാവും ആ ഐസിലേക്കൊക്കെ ഉള്ളൊരു ഷുഗർ സിറപ്പ്. നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഈ സമയത്ത് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നല്ല കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ലാസ്റ്റിങ് അത് നല്ല തങ്ങി നിൽക്കുന്നതാണ്, നല്ല രസമായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഹണിയാണ് ചേർക്കുന്നത്. ഹണി ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വേണ്ട. ഞാനിവിടെ ഒഴിക്കുന്ന സമയത്ത് ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മതിയാവും കേട്ടോ, 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ മതിയാവും. അത് നമുക്ക് ഈ ഐസ് ക്യൂബ്സിൻ്റെ ആ ലെമണിൻ്റെ ഒക്കെ മുകളിലേക്കായിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന പോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം. ഇനി ഈ തേനിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ചൊരു 2 ടീസ്പൂൺ യോഗേർട്ട് ചേർക്കണം. യോഗേർട്ട് എന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത നല്ല കട്ട തൈര്, അധികം പുളിയുള്ള തൈര് വേണ്ട, നല്ല കട്ടയുള്ള തൈരായിരിക്കും ചെയ്യണം. അതൊരു 2 ടീസ്പൂൺ അതിൻ്റെ മുകളിലേക്കായിട്ട് 2 സൈഡിലേക്കായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് പുതിനയുടെ ഇല കുറച്ച് ചെറുതായി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു സമയത്ത് പുതിന ഇല മിക്സ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അനാറിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒഴിക്കുന്ന സമയത്ത് ഒന്നിച്ച് ഫോഴ്സിൽ ഒഴിക്കേണ്ട, ചെറുതായിട്ട് ഇതേപോലെ സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ അധികം ഫോഴ്സ് ഇല്ലാതെ ഒഴിക്കണം. വേണമെങ്കിൽ ഒരു സ്പൂണ് ജസ്റ്റ് ഒരു തടവ് വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആവാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസിൻ്റെ മേലേക്ക് ആദ്യം തൈര് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് ഹണി ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അതുകൂടി കാണിക്കുകയാണ്. ഇതുപോലെ ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഹണി ഒഴിക്കാം. ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ സെറ്റായി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ.
പിന്നെ ഒരു കാര്യം, നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറേ സമയം അതേ രീതിയിൽ നിൽക്കുകയൊന്നുമില്ല കേട്ടോ. ഉണ്ടാക്കി ഉടനെ തന്നെ കുടിക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ എല്ലാം താഴേക്കൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആയി തുടങ്ങും. അത് കുഴപ്പമൊന്നുമില്ല, കാരണം ടേസ്റ്റ് എന്തായാലും ഒന്ന് തന്നെയായിരിക്കും. ടേസ്റ്റിന് ഒരു പ്രശ്നവും സംഭവിക്കില്ല. നമ്മുടെ ഈ ഒരു തേനും അതുപോലെ തന്നെ അനാറൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.